Hi children, welcome to science class. In the last class we have started chapter friction. Okay, what is the cause of friction? What is the cause of friction? The friction is caused by the interlocking of irregularities in the two surfaces. രണ്ട് സർഫസസിലുള്ള ഇറഗുലാരിറ്റീസിന്റെ ഇന്റർലോക്കിംഗ് കൊണ്ടാണ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. It is obvious that the force of friction will increase if two surfaces are pressed harder. രണ്ട് സർഫസസ് തമ്മിൽ ഹാർഡ് ആയിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് force of friction increase ചെയ്യും. You can experience it by dragging a mat when nobody is sitting on it and when a person is sitting on it. നമ്മളിപ്പോ ഒരു മാറ്റിനെ ഫ്രീ ആയി കിടക്കുന്ന ഒരു മാറ്റിനെ നമുക്ക് ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും. കാരണം എന്താ? അവിടെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കുറവാണ്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കുറവാകാൻ കാരണം അവിടെ വെയിറ്റ് കുറവാണ്. പിന്നെ അതിന് മുകളിൽ ആരെങ്കിലും ഒരാൾ ഇരിക്കുന്ന ഒരു മാറ്റിനെ നമുക്ക് ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റില്ല. അവിടെ എന്തായി? അവിടെ ആ ഇരിക്കുന്ന ആള് എന്ന് പറയുമ്പോൾ താഴേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ആയിട്ട് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അവിടെ ആ മാറ്റിനെ നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല. Okay, there are two types of friction. രണ്ട് തരത്തിലുള്ള ഫ്രിക്ഷൻ ഉണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. രണ്ട് തരത്തിലുള്ള 3 types ഉണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, sliding friction and rolling friction. Rolling friction you study later. Okay, the force required to overcome friction at the instant an object starts moving from rest is a measure of static friction. Static friction, what is static friction? ഒരു ഒബ്ജക്റ്റ് എന്താണ്? മൂവ് ചെയ്യാതെ കിടക്കുകയാണ്. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. ആ റെസ്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുഷ് ചെയ്യും. ആ മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മൂവ് ചെയ്യാൻ ആവശ്യമായിട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കും. ആ ഫ്രിക്ഷനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. The force required to overcome friction at the instant an object starts moving from rest. റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ ഫോഴ്സിനെ ആ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. ആ ഫ്രിക്ഷനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. On the other hand, the force required to keep the object moving with the same speed is measure of sliding friction. Sliding friction. What is sliding friction? ഇപ്പൊ ഒരു ഒബ്ജക്റ്റ്, ഒരു കാറ് നിർത്തിയിട്ടിരിക്കുകയാണ്. ഒരു കാറ്, ആ കാറിനെ നമ്മൾ മൂവ് ചെയ്യുക, തള്ളും. നിർത്തിയിട്ടിരിക്കുന്ന കാറിനെ നമ്മൾ തള്ളുന്ന സമയത്ത് അത് മൂവ് ചെയ്യാൻ തുടങ്ങും. ആ മൂവ് ചെയ്യാൻ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാർ നമ്മൾ പുഷ് ചെയ്തിട്ട് മൂവ് ചെയ്തു, ആ കണ്ടിന്യൂ ആയിട്ട് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫ്രിക്ഷനെയാണ് എന്ത് പറയുന്നത്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തു, ആ മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫ്രിക്ഷനെയാണ് എന്ത് പറയുന്നത്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. The force required to keep the object moving with the same speed is a measure of sliding friction. Okay. When the box starts sliding, the contact point on its surface do not get enough time to lock into the contact points on the floor. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ എന്താണ്? രണ്ട് സർഫസ്, അതിന്റെ സർഫസും ആ ബോക്സിന്റെ സർഫസും ഫ്ലോറിന്റെ സർഫസും തമ്മിലുള്ള കോണ്ടാക്ട് എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെ കോണ്ടാക്റ്റിനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ കോണ്ടാക്റ്റിനുള്ള ടൈം അവിടെ ഇല്ല. സോ ദ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. സോ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് സ്ലൈറ്റ്ലി സ്മോളർ ദാൻ ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒരു ഒബ്ജക്റ്റ് അവിടെ റെസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ ആ സർഫസും ആ ഒബ്ജക്റ്റിന്റെ സർഫസും ഫ്ലോറിന്റെ സർഫസും തമ്മിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. മൂവ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ല, അവിടെ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ് വരുന്നത്. സോ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് സ്ലൈറ്റ്ലി സ്മോളർ ദാൻ ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാളും കുറവാണ് sliding friction. Okay, next, friction a necessary evil. You could not write with a pen or pencil if there were no friction. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു പെൻ അല്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള കോണ്ടാക്ട് ആണ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. when your teacher is writing with a chalk on the blackboard, ടീച്ചർ ഒരു ചോക്ക് ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് ബോർഡിൽ എഴുതാണ്. its rough surface rub off some chalk particles which stick to the blackboard. നമുക്കറിയാം എഴുതുന്ന സമയത്ത് ചോക്കിന്റെ സർഫസും റഫ് ആണ്, ബ്ലാക്ക് ബോർഡിന്റെ സർഫസും റഫ് ആണ്. അപ്പൊ ആ രണ്ട്
സർഫസ് തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ അവിടെ വന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ നമ്മൾ ചോക്ക് ഉപയോഗിച്ചിട്ട് എഴുതുന്ന സമയത്ത് ബോർഡിൽ സ്റ്റിക്ക് ആവുന്നത്. ഓക്കെ. If an object start moving, it would never stop if there were no friction. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഒബ്ജക്റ്റ് ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ആ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല. ഇപ്പൊ ഒരു ബോൾ നമ്മൾ ഉരുട്ടി വിടുകയാണ്, കുറച്ച് സമയം അത് മൂവ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അത് സ്റ്റോപ്പ് ആവുന്നുണ്ട്. എന്തുകൊണ്ട് സ്റ്റോപ്പ് ആവുന്നത്? അവിടെ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട്. Had there been no friction between the tires of the automobiles and the road, they could not be started or stopped or turned to change the direction of the motion. അപ്പൊ ഒരു എന്താണ്, റോഡും ടയറും തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ, ഒരു ടയറും റോഡും തമ്മിൽ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അത് മൂവ് ചെയ്യില്ല, അത് എന്താണ്, അത് സ്റ്റാർട്ട് ചെയ്യില്ല, അത് മൂവ് ചെയ്യില്ല, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ആവില്ല, അതിന്റെ ഡിറക്ഷൻ ചേഞ്ച് ആവില്ല. ഓക്കെ. ഓൺ ദ അതർ ഹാൻഡ്, ഫ്രിക്ഷൻ ഇസ് ആൻ ഈവിൾ. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഗുണവുമാണ്, ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ദോഷവുമാണ്. It wears out the materials, whether they were screws, ball bearings, or soles of shoes. You must have seen worn out steps of foot over bridges at railway stations. Friction can also produce heat. Friction എന്ന് പറയുന്നത് heat produce ചെയ്യുന്നുണ്ട്. Friction produce heat. Vigorously rub your palms together for few minutes. നമ്മളുടെ കൈ പാം നന്നായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് സമയം റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? Produce heat produce ചെയ്യുന്നുണ്ട്. When you strike a matchstick against a rough surface, it catches fire. Matchstick ഒരു rough surfaceൽ നമ്മൾ റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? It catches fire. You might have observed that the jar of a mixer become hot when it is run for a few minutes. ഒരു മിക്സി കുറച്ച് സമയം നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ജാർ എന്താവും? ഹോട്ട് ആവും, ചൂടാവും. You can cite various other examples in which friction produces heat. അപ്പൊ ഫ്രിക്ഷൻ ഇതുപോലത്തെ ഡെയിലി ലൈഫിൽ കാണുന്ന വേരിയസ് സിറ്റുവേഷൻസ് മെൻഷൻ ചെയ്യാനാണ് പറയുന്നത്. In fact, when a machine is operated, heat generated causes much wastage of energy. ഇപ്പൊ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്? എനർജിയാണ് അവിടെ വേസ്റ്റ് ആവുന്നത്. ഓക്കെ. നെക്സ്റ്റ്, increasing and reducing friction. Increasing friction and reducing friction. Okay. Have you ever thought why the sole of your shoe is grooved? It is done to provide the shoes better grip on the floor. ഇപ്പൊ ഷൂസിന്റെ അടിയിൽ ഇതുപോലത്തെ ചാലുകൾ, ഇങ്ങനത്തെ കുഴി പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാല് പോലെയൊക്കെ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? അത് സ്മൂത്ത് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല. അപ്പൊ സ്മൂത്ത് ആവാതെ അങ്ങനത്തെ ചാലുകൾ വെച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. It is done to provide the shoes better grip on the floor so that you can move safely. Similarly, the treaded tires of cars, trucks and bulldozers provide better grip with the ground. ഇപ്പൊ ഈ നമ്മൾ ഷൂസിന്റെ അടിയിൽ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ചാല് പോലെ ആക്കി എന്നുള്ളത് കാര്യം നമ്മൾ പറയുന്നുണ്ട് പിക്ചറിലുള്ള പോലെ. അതുപോലെ ടയറിന്റെ മുകളിൽ ഇതുപോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? സ്മൂത്ത് ആണെങ്കിൽ ഗ്രിപ്പ് കിട്ടില്ല. ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടയേഴ്സിന്റെ മുകളിലൊക്കെ എന്തുണ്ടാക്കിയത്? ട്രെഡഡ് ടയേഴ്സ്, ഇതുപോലത്തെ മാർക്കുകൾ ഉള്ളത്. We deliberately increase friction by using brake pads in the brake system of bicycles and automobiles. എന്താണ്? We deliberately increase friction by using brake pads in the brake system of bicycle and automobiles. ബൈസിക്കിളിലെ ബ്രേക്ക് സിസ്റ്റത്തില് ബ്രേക്ക് പാഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. The brake pads do not touch the wheels. Brake pad wheel ആയിട്ട് ടച്ച് ചെയ്യുന്നില്ല. But when you press the brake lever, these pads arrest the motion of the rim due to friction. These wheels stops moving. You might have seen that kabaddi wheel stops moving. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ബ്രേക്ക് പാഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ബ്രേക്ക് പാഡ് റിമ്മിൽ പോയി പ്രസ് ആവുന്ന സമയത്ത് എന്താവും? അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പൊ ആ ഫ്രിക്ഷൻ ഉള്ളത് കാരണം ഈ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് മൂവ് ചെയ്യുന്നത് എന്താവും? മൂവ് ചെയ്യുന്ന ബൈസിക്കിൾ സ്റ്റോപ്പ് ആവും. ഓക്കെ. The wheel stops moving. You might have seen that kabaddi players rub their hands with the soft soil for a better grip of their opponents.
Gymnasts apply some coarse substance on their hands to increase friction for better grip. കബഡി പ്ലേയേഴ്സും ജിംനാസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? അവരവരുടെ കയ്യിൽ കോസ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കളർ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രിക്ഷൻ കൂട്ടുക. ഫ്രിക്ഷൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ടു ഇൻക്രീസ് ഫ്രിക്ഷൻ ഫോർ ബെറ്റർ ഗ്രിപ്പ്, നല്ല ഗ്രിപ്പ് കിട്ടാൻ. നല്ല ഗ്രിപ്പ് കിട്ടുക എന്ന് പറയുമ്പോൾ ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. സ്മൂത്ത് ആണെങ്കിൽ കബഡി പ്ലേയേഴ്സ് ഒക്കെ എന്താവും, അവർ പിടിക്കുന്ന സമയത്ത് സ്മൂത്ത് ആണെങ്കിൽ പിടുത്തം വീഴില്ല. ഓക്കെ, നെക്സ്റ്റ്, why do you sprinkle fine powder? Okay, listen here. In some situations, however, friction is undesirable and we would want to minimize it. ചില സമയത്ത് ഫ്രിക്ഷൻ കൂടുതലുള്ളത് നമുക്ക് ബുദ്ധിമുട്ടാണ്, അത്ര ഫ്രിക്ഷന്റെ ആവശ്യമില്ല. അപ്പൊ ആ സമയത്ത് ഫ്രിക്ഷൻ എന്താക്കണം? കുറയ്ക്കണം. Why do you sprinkle fine powder on the carom board? Carom board കളിക്കുന്ന സമയത്ത് പൗഡർ അതിൽ സ്പ്രെഡ് ചെയ്യാറുണ്ട്. You might have noticed that when a few drops of oil are poured on the hinges of a door, the door moves smoothly. ഇപ്പൊ ഒരു ഡോറിന് സൗണ്ട്, കുറെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോറ് അടയ്ക്കുന്ന സമയത്ത് സൗണ്ട് വരും. അപ്പൊ എന്താവും? അതിൽ ഓയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ റഫ്നെസ് കുറഞ്ഞ് സ്മൂത്ത് ആവും. ബൈസിക്കിൾ ആൻഡ് മോട്ടോർ മെക്കാനിക് യൂസസ് ഗ്രീസ് ബിറ്റ്വീൻ ദ മൂവിംഗ് പാർട്സ് ഓഫ് ദീസ് മെഷീൻസ്. ബൈസിക്കിളിലൊക്കെ എന്തിടാറുണ്ട്? നമ്മൾ ടയറിലൊക്കെ എന്തിടാറുണ്ട്? ഓയിൽ ഇടാറുണ്ട്. ഗ്രീസ് ഓയിൽ ഓർ ഗ്രീസ് ബിറ്റ്വീൻ ദ മൂവിംഗ് പാർട്സ് ഓഫ് ദീസ് മെഷീൻസ്. മൂവ് ചെയ്യുന്ന പാർട്സിന്റെ ഇടയിൽ ഇടാറുണ്ട്. ഇൻ ഓൾ ദ എബവ് കേസസ് വി വാണ്ട് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഈ സമയത്തൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടുത്തെ ഫ്രിക്ഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു ഇൻക്രീസ് എഫിഷ്യൻസി, when oil, grease or graphite is applied between the moving part of a machine, a thin layer is formed there and moving surface do not directly rub against each other. Interlocking of irregularities is avoided to great extent. അപ്പൊ എന്താ നമ്മള് ഈ ഇങ്ങനത്തെ ഓരോ ഓയിൽ ഇടുന്ന സമയത്ത് ഈ രണ്ട് സർഫേസസ് തമ്മിലുള്ള ഇന്റർലോക്കിംഗ് ഓഫ് ഇറഗുലാരിറ്റീസിന്റെ ഇന്റർലോക്കിംഗ് എന്താവും? അവിടെ ഇല്ലാണ്ടാവും. മൂവ്മെന്റ് ബിക്കം സ്മൂത്ത്. ആസ് എ റിസൾട്ട് ഈസി ആയിട്ട് മൂവ് ചെയ്യാം. ദ സബ്സ്റ്റൻസ് വിച്ച് റെഡ്യൂസ് ഫ്രിക്ഷൻ ആർ കോൾഡ് ലൂബ്രിക്കൻസ്. അങ്ങനെ ഒരു സബ്സ്റ്റൻസിന്റെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിട്ട്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ലൂബ്രിക്കൻസ്. ഇപ്പൊ നമ്മള് ഡോറിന് അടയ്ക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാകുമ്പോൾ ഓയിൽ ഇട്ടു എന്ന് പറഞ്ഞു. ആ ഓയിൽ ആണ് ലൂബ്രിക്കന്റ്. കാരം ബോർഡ് കളിക്കുന്ന സമയത്ത് പൗഡർ യൂസ് ചെയ്തു, പൗഡർ ആണ് അവിടെ ലൂബ്രിക്കന്റ്. ഓക്കെ, ദ സബ്സ്റ്റൻസ് വിച്ച് റെഡ്യൂസ് ഫ്രിക്ഷൻ ആർ കോൾഡ് ലൂബ്രിക്കൻസ്. Okay, in some machines it may not be advisable to use oil as lubricant. An air cushion between the moving part is used to reduce friction. Okay, okay children, study well. Thank you.